ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിൽ കഴിക്കാവുന്ന നല്ലൊരു സൂപ്പർ ക്രിസ്പി ആയിട്ടുള്ള വെജിറ്റബിൾ ഫ്രിറ്റേഴ്സാണ്. വെറും 5 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന കുറഞ്ഞ ചേരുവകളും സ്പൈസസ് ഒന്നും അധികം ഉപയോഗിക്കാത്ത കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിനകത്തോട്ടേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 2 മീഡിയം സൈസ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചതിന് ശേഷം ഒന്ന് ഉടച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഉടച്ചെടുത്തിട്ടോ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടോ എങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ഞാനൊരു ക്യാരറ്റ് കൂടി വേവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ പീസ് ക്യാരറ്റ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് വേവിച്ചതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും വേവിച്ചതിന് ശേഷം കൈ വെച്ചിട്ട് ഉടച്ച് ചേർത്താലും മതി. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില അരിഞ്ഞിട്ട് ചേർക്കാം. കറിവേപ്പിലക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. സ്പൈസസ് നമ്മൾ കൂടുതലായിട്ട് ഒന്നും തന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. ആകെ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. അത് 1 ടീസ്പൂൺ മുഴുവനായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. കോൺഫ്ലോർ കയ്യിലില്ലാത്തവർക്ക് മൈദ ഉപയോഗിക്കാം. അതുപോലെ ഇതിനകത്തോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പുട്ടുപൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പുട്ടുപൊടിയായിട്ട് വേണമെന്നില്ല, അരിപ്പൊടിയായിട്ട് ഉപയോഗിച്ചാലും മതി. പുട്ടുപൊടി ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിനകത്ത് നമ്മൾ വെള്ളമോ എണ്ണയോ ഒന്നും ചേർത്തിട്ട് കുഴച്ചെടുക്കരുത്. ജസ്റ്റ് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഉപ്പോ കുരുമുളക് പൊടിയുടെയൊക്കെ ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിലാണ് കുഴക്കുന്നത്. കണ്ടില്ല, നല്ല സോഫ്റ്റായി വരുന്ന സമയത്ത് കയ്യിലൊരു ഇത്തിരി മാത്രം എണ്ണ തടവിയിട്ട് ഒന്നങ്ങ് നന്നായിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കുക. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് ഗ്ലാസ്സിനകത്തോട്ടേക്ക് ചെറിയൊരു സാൻഡ്വിച്ച് കവറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചാൽ മതി. അതിനകത്തോട്ടേക്ക് ഒരു മാവ് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ ഇതിങ്ങനെ ആണ് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് എണ്ണയിലോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ ചെയ്തേ ഉള്ളൂ. ജസ്റ്റ് ഒരു പാത്രത്തിനകത്ത് നന്നായിട്ട് എണ്ണ വെച്ചിട്ട് എണ്ണ നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് ഈ ഒരു സാൻഡ്വിച്ച് ബാഗ് ഉണ്ടല്ലേ, ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മുടെ കത്രിക വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ എല്ലാം കുറച്ചൊരു ഡിഫറൻ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡിൽ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം വേണം നമ്മൾ ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഫ്ലെയിം എന്ന് പറയുന്നത് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യാം. കാരണം ഇതിനകത്ത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ വന്നിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് 1-2 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് നല്ല സൂപ്പർ ക്രിസ്പി ആയിട്ട് ഈ ഒരു ഗോൾഡൻ കളറിലോട്ടേക്ക് മാറും. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് തന്നെ എണ്ണയിൽ നിന്ന് എടുത്ത് കോരാം. ഈ ഒരു സമയത്ത് തന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി കാണാനൊക്കെ നല്ലൊരു ഭംഗി വേണമെന്നാണെങ്കിൽ കുറച്ചുകൂടി ഒരു ബ്രൗൺ ഷെയ്ഡാകുന്നത് വരെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇത് നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മുഴുവൻ വെജിറ്റബിൾ ഫ്രിറ്റേഴ്സും ഇതുപോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് എത്രത്തോളം ക്രിസ്പി ആണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ഫ്രിറ്റേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ക്രിസ്പിയാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് വെച്ചിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി കുട്ടികൾക്കാണെങ്കിൽ മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. കാരണം കെച്ചപ്പിൻ്റെ കൂടെ ഇതൊരു നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഈ റെസിപ്പി. കാരണം അത്ര സിമ്പിളാണ്. നമ്മൾ കൂടുതൽ സ്പൈസസും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷ് കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.